ലഹരിക്കേസിലെ സാക്ഷിയുടെ ചിത്രം എക്സൈസ് പുറത്തുവിട്ടെന്ന പരാതിയിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ്. കൊച്ചി ചേരാനല്ലൂരിലെ ഒരു പ്രൈവറ്റ് ഹോട്ടൽ മാനേജറായ യുവതിയുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. ഹോട്ടലിൽ നിന്നും രാസലഹരി പിടികൂടിയെന്ന വാർത്തയിലായിരുന്നു സാക്ഷിയായ മാനേജറുടെ ചിത്രം പ്രതി എന്ന തരത്തിൽ എക്സൈസ് ഉൾപ്പെടുത്തിയത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, എന്താ സംഭവിച്ചത്? അവരുടെ ചിത്രം കൂടി ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടായത്? ISKN ജൂൺ 5-ാം തീയതിയാണ് ചേരനല്ലൂരിൽ എക്സൈസിന്റെ ഒരു റെയ്ഡ് നടക്കുന്നത് ഹോട്ടലിൽ. ആ റെയ്ഡിൽ 110 ഗ്രാം രാസലഹരിയും ഏകദേശം 2 ലക്ഷത്തോളം രൂപയും പിടികൂടി. ഒരു സ്ത്രീ അടക്കം 3 പേരായിരുന്നു പ്രതികളായി ഉണ്ടായിരുന്നത്. അവിടെ എക്സൈസ് അപ്പോൾ ആ ദൃശ്യങ്ങൾ, ഈ രാസലഹരിയൊക്കെ പിടികൂടുകയും അത് തൂക്കി നോക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അപ്പോൾ ആ ഹോട്ടലിന്റെ തന്നെ ഹോട്ടലിന്റെ മാനേജറായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് അവർ പ്രതിയായി തെറ്റിദ്ധരിക്കപ്പെടുകയും അത് ചിത്രീകരിക്കപ്പെടുകയുമായിരുന്നു. ആ രീതിക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും എക്സൈസിലെ ഡെപ്യൂട്ടി കമ്മീഷണർക്കും പിന്നീട് പരാതി നൽകിയത്. ഇതിലാണ് ചേരനല്ലൂർ പോലീസ് ഇന്നലെ തന്നെ പ്രാഥമികമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി എക്സൈസിന്റെ ഈ നടപടി, ആ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ച് ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു നടപടി തനിക്ക് മാനക്കേടും ദുഃഖവും ഉണ്ടാക്കി എന്നുള്ളതാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ കമ്മീഷണറും നമ്മോട് വ്യക്തമാക്കിയിരുന്നു. SKN. താങ്ക് യു വിപിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.